പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 16 തിരുവചനം. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസ കാലഘട്ടത്തിൽ വിള്ളൽ വീണ തകർന്നുപോയ ജെറുസലേമിൻ്റെ മതിലുകളെക്കുറിച്ചാണ് കർത്താവ് ഇപ്രകാരം സംസാരിച്ചത്. ജനത്തിന് സംരക്ഷണ കവചമായി നിലകൊണ്ട ആ മതിലുകൾ ഇന്ന് തകർന്നു കിടക്കുമ്പോൾ കർത്താവ് അവരോട് സ്നേഹപൂർവ്വം പറഞ്ഞു, നിന്റെ മതിലുകൾ എൻ്റെ കൺമുൻപിൽ തന്നെയുണ്ടെന്ന്. ഈ വചനം നമ്മളോടും കൂടിയാണ് കർത്താവ് പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ തകർന്നുപോയ പല മതിലുകളും ഇല്ലേ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെയും ജീവിതത്തിനും കുടുംബത്തിനും സംരക്ഷണമായി നിലകൊണ്ട മതിലുകൾ തകർന്നതിനെ ചൊല്ലി നമ്മളും വിഷമിച്ചിട്ടില്ലേ? ആ മതിലുകൾ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കാം, സമ്പത്തായിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം, സമാധാനവുമായിരിക്കാം. നമ്മുടെ സംരക്ഷണമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആ മതിലുകൾ ഇന്ന് തകർച്ചയുടെ വക്കിലാണെങ്കിൽ ഈശോ നമ്മളോടും പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, നിന്റെ മതിലുകൾ എൻ്റെ കൺമുൻപിൽ തന്നെയുണ്ടെന്ന്. ഈശോയുടെ കൺമുൻപിൽ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ തന്നെയാണ്. അവിടുത്തെ മുമ്പിൽ നിന്നും മറഞ്ഞിരിക്കുന്നതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. എല്ലാം കാണുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു തുറന്ന അധ്യായം പോലെ നമുക്ക് വിട്ടുകൊടുക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.